ഹായ്, നമുക്കിന്ന് പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് എഗ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കുക്കറിൽ ചെയ്യുന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു എഗ് ബിരിയാണിയാണിത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് 4 മുട്ട മതിയാകും. അപ്പം ഞാൻ 5 എടുത്തത് ചിലപ്പോൾ മുട്ട വേവിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ 4 എടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. മുട്ട കൂടുതൽ വേവിച്ചെടുക്കണ്ട, കാരണം നമ്മൾ മുട്ട പിന്നെയും അരിയുടെ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കും. അപ്പോൾ കൂടുതൽ വെന്ത് പോയാലും മുട്ടയുടെ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും, കുറച്ച് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ തോടൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 വിസിൽ വന്നു കഴിയുമ്പോൾ പ്രഷർ കുക്കർ ഓഫ് ചെയ്യുക. പ്രഷർ പോയതിന് ശേഷം തുറന്നിട്ട് തണുത്തതിന് ശേഷം മുട്ടയുടെ തോലൊക്കെ പൊളിച്ചെടുക്കാം. ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. അപ്പം നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ ബാക്കിയെല്ലാം അളന്നെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാള കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബ്രൗൺ കളറായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ബിരിയാണിയുടെ റെസിപ്പികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഉള്ളി വറന്നു വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ സവാള ചേർത്തിട്ട് വറുത്തെടുക്കാം. തീ മീഡിയത്തിലോട്ടാക്കി വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും ഉള്ളിക്ക്. ഇപ്പോൾ ഉള്ളി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ഉള്ളിയും വറുത്തെടുക്കാം. ഇനി ഞാനിവിടെ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 5 വരെ എടുക്കാം. ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിലും 5 ലിറ്റർ കുക്കർ മതിയാവും. കുക്കർ ചൂടായിട്ട് വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഒരു പിടി അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പം ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഒരു പിടി ഉണക്കമുന്തിരി കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്നില്ലേ എണ്ണ, അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക്, 1 തക്കോലം, 5 ഏലക്ക, 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 3 കറുകയില. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്രൗൺ നിറമായി വരണം. തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. അപ്പോൾ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. സവാള വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്താൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ച് വലിയ കഷ്ണമായിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി സവാള നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. സവാള വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുക്കറിൻ്റെ അടിയിലൊന്നും കരിഞ്ഞു പിടിക്കരുത്, എന്നാലും ബിരിയാണിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, അടിയിൽ പിടിച്ച് തുടങ്ങുകയാണെങ്കിൽ.
അപ്പോൾ സവാള വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞാൻ പറഞ്ഞു നേരത്തെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള എഗ് ബിരിയാണിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എരിവ് കുറവ് മതി എന്നുള്ളവർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം. സാധാ മുളക് പൊടിയൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്താൽ മതിയാവും. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തീ ഓൺ ചെയ്യാം. മീഡിയം തീയിൽ വെച്ചിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരെ വേവിച്ചെടുക്കാം. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളം. വെള്ളം കൂടി പോവരുത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൽ ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കൂടി നിൽക്കണം, എന്നാലേ ബിരിയാണി വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1/4 കപ്പ് തൈര്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കും മുന്നേ ചെറുതായിട്ടൊന്ന് കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കുക. നല്ല നീളത്തിൽ വേണ്ട, ചെറുതായിട്ടൊന്ന് വരഞ്ഞാൽ മതി. അകത്തോട്ട് മസാല നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 മുട്ടയും ചേർത്ത് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തത്, കുറച്ച് മുന്തിരിങ്ങ വറുത്തത്, 1 ടേബിൾ സ്പൂൺ ഉള്ളി വറുത്തത്. ഉള്ളി വറുത്തത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ചേർക്കരുത്, ബിരിയാണിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി കഴുകിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. തവി വെച്ച് അരി ഒന്ന് വെള്ളത്തിലോട്ട് താഴ്ത്തി ഇട്ട് കൊടുക്കുക. കാൽ കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 കപ്പ് പുതിനയില. പുതിനയില കുറച്ച് മതി എന്നുള്ളവർക്ക് ഒരു 1/4 കപ്പിന്റെ പകുതിയൊക്കെ ചേർത്താലും മതി. അടച്ചു വെക്കുക, വെയിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വരണ വരെ വേവിച്ചെടുക്കുക. 1 വിസിൽ വന്ന ഉടനെ തീ ഓഫ് ചെയ്യുക. 1 വിസിൽ വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, സിമ്മിലോട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് വിസിലൊന്നും വരില്ല. വിസിൽ വന്നാൽ അരി കൂടുതൽ വെന്ത് പോവും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. 7 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം പ്രഷർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വെന്തോന്ന് നോക്കാം. ഇളക്കുമ്പോൾ ഫോർക്ക് വെച്ചിട്ട് മാത്രം കോരിയെടുക്കുക. സാധാരണ തവി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമയം പോലെ തോന്നുന്നത് ഈ ആവി കൊണ്ടിട്ടാണ്. അത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ പാത്രത്തിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. അപ്പം നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി എഗ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.